നമസ്കാരം. അപ്പൊ ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ഒപ്പം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരും എന്റെ കൂടെ ഉണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ബുക്ക് എഴുതാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പൊ ആ ഒരു ബുക്കിന്റെ കവർ റിലീസ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം എന്റെ ജീവിതത്തില് ഒത്തിരിയേറെ ഒരു സ്ക്രാച്ചിൽ നിന്നാണ് എന്റെ ജീവിതം ഞാൻ തുടങ്ങണത്. അപ്പൊ ഒത്തിരി അധികം പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി അധികം വിജയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ള ഒരു ജീവിതമാണ്. പക്ഷെ ഈ വിജയത്തിന്റെ ഒപ്പം തന്നെ ഒത്തിരി അധികം ഫെയിലിയേഴ്സിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇവയെല്ലാം തുറന്നെഴുതാനും ഒത്തിരി അധികം ആളുകളുടെ ജീവിതത്തില് അവരുടെ ജീവിതത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫെയിലിയേഴ്സ് വന്നാലും സക്സസ് എന്ന് പറഞ്ഞത് നമ്മളുടെ യാത്രയാണ് എന്ന് മനസ്സിലാക്കാനും ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്താവാം, എന്തുമാവാം. പക്ഷേ എങ്കിലും നമ്മൾക്ക് എന്ത് ആഗ്രഹിച്ചാലും പൂജ്യത്തിൽ നിന്ന് കോടീശ്വരനിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാല് റിയാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു ബുക്കില് പൂർണ്ണമായിട്ടും ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ചിന്തകള് മാറ്റിക്കഴിഞ്ഞാല് എത്ര അധികം പ്രശ്നങ്ങളിലാണെങ്കിൽ പോലും ഒരു ശുഭചിന്ത നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ ലൈഫിനെ നമ്മൾക്ക് നേടാൻ പറ്റും, നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര അധികം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോ ഒരു 100 ക്രോസോ 1000 ക്രോസോ എഗെയിൻ എത്രയാണ് നമ്മൾക്ക് ആഗ്രഹം അതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുക്കിലൂടെ എന്റെ യാത്ര, ഈ ഒരു പൂജ്യത്തിൽ നിന്ന് ഒരു സെൽഫ് മെയ്ഡ് മില്യനയർ ആയിട്ടുള്ള എന്റെ ഒരു യാത്ര ഞാൻ എഴുതണുണ്ട്. അതിൽ ഞാൻ എവിടെയൊക്കെ വീണു പോയി, എന്നിട്ട് ഞാൻ എങ്ങനെ ആ ഒരു ജീവിതത്തെ വീണ്ടും ഞാൻ എന്റെ ജീവിതത്തെ ഉയർത്തെഴുന്നേറ്റു എന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലെ ആ കുറെ നല്ല നിമിഷങ്ങളും എന്റെ മോശം നിമിഷങ്ങളിൽ ഞാൻ എങ്ങനെ ഒരു നല്ല നിമിഷത്തിലേക്ക് അവയെ ട്രാൻസ്ഫോം ചെയ്തെന്നുള്ള എന്റെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണിത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അധികം ആൾക്കാർ സെലിബ്രേഷൻ ആക്കുന്നത് സക്സസ് മാത്രമാണ്. പക്ഷെ ഫെയിലിയേഴ്സ് ആണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കണത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയാറില്ല. കാരണം നമ്മളുടെ ജീവിതത്തിലുള്ള മിസ്റ്റേക്സ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മൾക്ക് കരുത്തുണ്ടാവുന്നത്. ആ കരുത്താണ് നമ്മളെ ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറ്റണത്. ഒരു വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കംഫർട്ട് സോണിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കവറാണ് ഇന്ന് പ്രകാശനം ചെയ്യണത്. ബുക്ക് ലോഞ്ച് ചെയ്യണത് മെയ് 5-ാം തീയതിയാണ്, എറണാകുളത്ത് വെച്ചാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വരണം. അപ്പൊ ഇന്നൊരു പ്രീ ബുക്കാണ്, നിങ്ങൾക്ക് ഇന്ന് ബുക്ക് ചെയ്യാം. ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഓതർ സൈൻഡ് ആയിട്ടുള്ള കോപ്പി ആയിരിക്കും എത്തണത്. അഗെയിൻ ഫ്രീ ഡെലിവറി ആയിട്ടായിരിക്കും എത്തണത്. അതിന്റെ ഒരു കൊറിയർ ഒന്നും നമ്മൾ എടുക്കണില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആവാനായിട്ട് ഈ ഒരു പുസ്തകം സഹായകമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം എന്റെ മോളും എന്റെ ജയ്മോന്റെ അപ്പനും കൂടിയാണ് ഇത് ശരിക്കും നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, എന്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ. അപ്പൊ ശുഭചിന്ത നൽകിയ വിസ്മയം അങ്ങനെ കവർ ഇപ്പൊ റിലീസ് ചെയ്യുവാണ്. അപ്പൊ പ്രീ ബുക്കിംഗ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ബയോ പോയി ബുക്ക് ചെയ്യാം കേട്ടോ.